എബൌട്ട് ദ ഷാഡോസ് ഇതൊരു ഫാൻറ്റസി റൊമാൻസ് സിനിമയാണ്. ഈ ഒരു സ്റ്റോറി നോക്കുകയാണെങ്കിൽ ലോജിക്കേ നോക്കാൻ പാടില്ല. ലോജിക്ക് ഇല്ലാത്തൊരു സ്റ്റോറിയാണ്. നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഇതിൻ്റെ ലോജിക്ക് ഏഴലത്തോടി പോകാത്തൊരു സിനിമയാണ്. കാരണം ഈ സിനിമയിലെ മെയിൻ ഫീമെയിൽ ക്യാരക്ടറായിട്ടുള്ള ഹോളിയുടെ ഒരു ക്യാരക്ടർ ഇൻവിസിബിളാണ്. പക്ഷേ എങ്ങനെ ഇൻവിസിബിൾ ആവുന്നു, എന്തുകൊണ്ട് ഇൻവിസിബിൾ ആവുന്നു, അങ്ങനെ കുറേ ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങനെ സിനിമ കാണുന്ന ത്രൂ ഔട്ട് നമുക്കിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇത് ഹോളിയുടെ സ്റ്റോറിയാണ്. ഹോളി കാരണം ലൈഫ് സ്പോയിലായി പോയി എന്ന് വിചാരിക്കുന്ന വേറൊരാളുടെയും കൂടെ ഹോളി വിചാരിക്കുന്നു താൻ കാരണമാണ് ഷെയ്ൻ ബ്ലാക്ക്വെൽ എന്ന് പറയുന്ന ഒരു ബോക്സർ പുള്ളിക്കാരൻ്റെ ലൈഫ് സ്പോയിലായി പോകുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പം ആ ഒരു ലൈഫൊക്കെ തിരിച്ചൊന്ന് ബിൽഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഹോളി ശ്രമിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഹോളി ഒരു പ്രായം വരെ ഹോളി ഇൻവിസിബിൾ അല്ലായിരുന്നു. അമ്മയുടെ മരണശേഷം ഹോളി തന്നെ ഇൻവിസിബിളായി പോകുന്നു. എന്തുകൊണ്ട് ഇൻവിസിബിളായി പോകുന്നു എന്നൊന്നും അറിയില്ല. ആരും അറിയാണ്ട് എന്ന് വെച്ചാൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്നു. ഹോളി അങ്ങനെ ഇൻവിസിബിളായി പോകുന്നു. പക്ഷേ ഹോളി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ തന്നെ ഉണ്ട്. ഒരു ന്യൂസ് പേപ്പറിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ ആരുടെ അടുത്തും എവിടെയും ഏത് റൂമിലും കയറി ചെല്ലാൻ കാണുന്നില്ലല്ലോ. അങ്ങനെ പലരുടെയും സീക്രട്ടായിട്ടുള്ള സ്റ്റോറീസ് ഡെയിലി ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടാണ് ഹോളി ജീവിക്കുന്നത്. അങ്ങനെ ഷെയ്ൻ ബ്ലാക്ക്വെൽ എന്ന് പറയുന്ന ആ ഒരു ബോക്സറിൻ്റെ ഒരു ലൈഫ്, അതായത് പുള്ളിക്കാരൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത കൊടുക്കുന്നു. അങ്ങനെ ഫാൻസ് എല്ലാം ആ ഒരു ഷെയ്നെതിരെ തിരിയുന്നു. അങ്ങനെ ഷെയ്ൻ്റെ ആ ഒരു എൻ്റയർ ലൈഫ്, ആ ഒരു കരിയർ നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് ഹോളി ഷെയ്നെ കാണുന്നു. പക്ഷേ ഷെയ്ന് ഹോളിയെ കാണാൻ പറ്റും. അത് ഭയങ്കര ഒരു ട്വിസ്റ്റാണ് ഹോളിയെ സംബന്ധിച്ച്. അതായത് വേറെ ആർക്കും കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഹോളിയെ കാണുന്നു ഷെയ്ൻ. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു. ഹോളി പറയുന്നു താൻ കാരണമായിരിക്കും ലൈഫ് പോയതെന്ന്. അപ്പം അതിനിടയ്ക്കുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതായത് ഈ ഷെയ്നും ഗേൾ ഫ്രണ്ടായിട്ടുള്ള ജൂലിയനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പണ്ടേ തുടങ്ങിയത്. അത് കാരണമൊന്നും അല്ല ഇത് പോയത്. ഇവൾ ചിലപ്പോൾ വാർത്ത കൊടുത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ ഷെയ്ൻ്റെ അടുത്ത് ഹോളി പറയുന്നു ഈ ഒരു ലൈഫ് നമ്മുടെ കരിയർ ഞാൻ ബിൽഡ് ചെയ്യാൻ സഹായിക്കാം എന്ന് പറയുന്നു. അങ്ങനെ ഓരോ ബോക്സേഴ്സുമായിട്ട് ഫൈറ്റ് വെക്കുന്നു. ഹോളി എന്നിട്ട് അവിടെ ചെന്നിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അതായത് ഷെയ്നുമായിട്ട് തോറ്റു കൊടുത്തില്ലെങ്കിൽ അവരുടെ സീക്രട്സ് പുറത്ത് വിടും എന്നുള്ളത്. അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നു. ഇവർ തമ്മിലൊരു റൊമാൻസ് വരുന്നു. ഇതിനിടയ്ക്ക് കുറേ കോൺട്രവേഴ്സികൾ ഉണ്ടാകുന്നു. അവസാനം ഈ ഒരു കുറേ ഫൈറ്റുകളൊക്കെ കഴിഞ്ഞ് ഒരു കരിയർ ബിൽഡായി വരുമ്പോഴത്തേക്ക് ആ ജൂലിയൻ എക്സ് ഗേൾ ഫ്രണ്ട് തിരിച്ചു വരുന്നു. അപ്പം ഷെയ്ൻ പറയുന്നു മോളെ ഹോളി ഇത് ശരിയാവില്ല, നീ ഇൻവിസിബിളാണ്, അതുകൊണ്ട് വേറെ ആർക്കും നിന്നെ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞു പോകുന്നു. അങ്ങനെ ഹോളി ഇത് അതിൻ്റെ പഠിച്ച് ഹോളി പോയി ഇടത്തിരിക്കുന്നു. ഷെയ്ൻ അടുത്ത ബോക്സിങ്, അതായത് പണ്ട് തോറ്റ ഒരു ബോക്സറുമായിട്ടുള്ളൊരു ഫൈറ്റുണ്ട്, ആ ഒരു ഫൈറ്റ് തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ അത് വരുന്നു. അങ്ങനെ ഭയങ്കര ഫൈറ്റൊക്കെ വരുന്ന സമയത്ത് ഹോളിക്ക് തോന്നുകയാണ് ഹോളിയുടെ ലൈഫ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയതെന്ന് ഹോളി ചിന്തിച്ച് കണ്ടുപിടിക്കുന്നു. അത് താൻ കാരണം തന്നെയാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നതിന് ശേഷം ഹോളി ഷെയ്നെ കാണാനായിട്ട് ഒരു ബോക്സിങ് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഫൈറ്റ് നടന്നിരിക്കുന്നിടത്ത് പോകുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് ഹോളിയുടെ ഇൻവിസിബിലിറ്റി നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഹോളി പുറത്ത് വന്ന് ഹോളി എല്ലാവരും കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനായിട്ട് ഒരു ഹാപ്പി എൻഡിങ്ങിൽ പോകുന്ന ഒരു റൊമാൻറ്റിക് സിനിമ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ പറയാൻ പറ്റുന്നൊരു സിനിമയാണിത്. ഇതിനകത്ത് ഈ ലോജിക്കില്ലായ്മ എന്ന് ഞാൻ പറഞ്ഞത് ഹോളിയെ കാണാനില്ല അല്ലെങ്കിൽ ഇൻവിസിബിളായി പോകുന്ന ഹോളിയുടെ കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും ഹോളി ഇൻവിസിബിളായി പോകുന്നത്? അങ്ങനെ ആ ഒരു സാധനങ്ങളൊന്നും നമുക്ക് വലുതായിട്ട് നമുക്കൊരു കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ലോജിക്കില്ലെങ്കിൽ കൂടി നമുക്ക് ചില സാധനങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ആ ഒരു കണക്ഷൻ വരുന്നില്ല എന്നുള്ളതാണ് യഥാനമായിട്ടുള്ള ഒരു മെയിൻ പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഒരു നെഗടിച്ച സാധനം. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം വരുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുമല്ലോ. പക്ഷേ ഇതവിടെ കിട്ടുന്നില്ലാത്തത് കൊണ്ട് തന്നെ അതെനിക്കൊരു ലോജിക്കില്ലായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു ആവറേജ് അനുഭവം തരുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയൊക്കെ കാണുന്നത് പോലെ ഇന്ന് കാണാൻ പറ്റുന്ന റോം കോം ഒക്കെ നമ്മൾ കാണില്ലേ, അതേപോലെ റോം കോം കാണുന്ന അത് ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റുന്ന ആ ഒരു സീരീസിലുള്ള സിനിമയാണ് എബൌട്ട് ദ ഷാഡോസ്.